നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. തീപാറുന്ന പോരാട്ടമാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആര് ഭരണം പിടിക്കും? തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇത്തവണ അട്ടിമറി നടക്കുമോ? ഇതാണ് കേരളം തന്നെ ഉറ്റുനോക്കുന്ന മത്സരം. തലസ്ഥാനത്ത് ഇക്കുറി താമര വിരിയുമെന്നും BJP തലസ്ഥാന കോർപ്പറേഷൻ പിടിക്കുമെന്നുമുള്ള സൂചനകളാണ്, ഫലസൂചനകളാണ് ഏറ്റവും ഒടുവിലത്തെ സർവേ ഫലത്തിൽ കൂടി പുറത്തു വരുന്നത്. BJP ഇത്തവണ ഒരു ജീവൻ മരണ പോരാട്ടമാണ് നടത്തുന്നത്. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിലാണ് തലസ്ഥാന കോർപ്പറേഷനിലെ പ്രചരണങ്ങൾ മുഴുവൻ നടക്കുന്നത്. കഴിഞ്ഞ തവണ പിടിച്ച 35 വാർഡുകൾ നിലനിർത്തുന്നതിനൊപ്പം CPM-ൽ നിന്നും കോൺഗ്രസിൽ നിന്നും 20-ലധികം വാർഡുകൾ പിടിച്ചെടുക്കുക എന്ന വലിയ ദൗത്യമാണ് ഇപ്പോൾ BJP ഏറ്റെടുത്തിരിക്കുന്നത്. ഇത് ഏറെക്കുറെ സാധ്യമാകുമെന്ന് തന്നെയാണ് BJP-യുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. RSSന്റെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഗ്രൗണ്ട് സർവേ ഫലവും 55 വാർഡുകൾക്ക് മുകളിലേക്ക് BJP നേടുമെന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരുന്നത്. അതിനെ അധികരിച്ചുകൊണ്ടുള്ള മറ്റു ചില സർവേകൾ കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. BJPക്ക് അനുകൂലം തന്നെയാണ് തലസ്ഥാന നഗരം. കഴിഞ്ഞ 2 തവണയും കൈവിട്ട കോർപ്പറേഷൻ ഭരണം ഇക്കുറി പിടിച്ചെടുക്കാനാകുമെന്ന് BJP ഉറപ്പിച്ചു പറയുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനുകളിലെ 90 വാർഡുകളിൽ BJP ആണ് 1-ാം സ്ഥാനത്ത് വന്നത്. ആ 90 വാർഡുകളും ജയിക്കാൻ പറ്റുമെന്ന് BJP കരുതുന്നില്ല. എന്നാൽ 70 വാർഡുകളിൽ വിജയിക്കാനാകുമെന്ന് തന്നെയാണ് BJP കണക്കൂട്ടുന്നത്. ഏറ്റവും നിർണായകമായ വാർഡുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെ, അതിനൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വാർഡുകളിൽ മറ്റു പാർട്ടികളിൽ നിന്ന് വന്ന പരിണിത പ്രജ്ഞരായിട്ടുള്ള രാഷ്ട്രീയക്കാരെ, പ്രത്യേകിച്ച് പുന്നക്കാമുകളിൽ S മഹേശ്വരൻ നായർ, അതുപോലെ തമ്പാനൂർ സതീഷ്, അങ്ങനെ നിരവധി ആളുകളെ, എല്ലാ മേഖലയിൽ നിന്നുമുള്ള ആളുകളെ BJP ഇത്തവണ രംഗത്തിറക്കിയിട്ടുണ്ട്. തലസ്ഥാന കോർപ്പറേഷൻ പരിധിയിൽ നടത്തിയ സർവേകളിൽ മിഡിൽ ക്ലാസ്, അപ്പർ മിഡിൽ ക്ലാസ് പൂർണ്ണമായും BJPക്കൊപ്പമാണ്. താഴെത്തട്ടിലുള്ള ആളുകളിൽ ഒരു വിഭാഗം BJPക്കൊപ്പമെങ്കിൽ മറ്റൊരു വിഭാഗം CPM-നൊപ്പം അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനൊപ്പം നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അനാവശ്യമായ വാദഗതികളാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. ചില ഓൺലൈൻ മീഡിയകൾ, ചില ഡിജിറ്റൽ മീഡിയകളൊക്കെ കോൺഗ്രസ് 40 മുതൽ 44 സീറ്റുകളൊക്കെ അല്ലെങ്കിൽ 44 വാർഡുകൾ വിജയിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ശുദ്ധമായ അസംബന്ധമാണെന്ന് ഉറപ്പിച്ചു പറയാം. കഴിഞ്ഞ തവണ പിടിച്ചെടുത്ത അല്ലെങ്കിൽ കഴിഞ്ഞ തവണ വിജയിച്ച 10 വാർഡുകളിൽ നിന്ന് അപ്പുറത്തേക്ക് കോൺഗ്രസ് പോകാനുള്ള സാധ്യത തന്നെ വിരളമാണ്. 10 വാർഡുകൾ കോൺഗ്രസിന് ലഭിച്ചാൽ തന്നെ അത് അത്ഭുതമാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല. 55 വാർഡുകൾ വിജയിച്ച BJP തിരുവനന്തപുരം കോർപ്പറേഷൻ ചരിത്രത്തിലാദ്യമായി പിടിച്ചെടുക്കുമെന്നാണ് നിലവിൽ വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ.